ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് കപ്പ ബിരിയാണി. ഇത് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അത് ബീഫ് വെച്ചും ചെയ്യും, പക്ഷെ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ 1 കിലോ കപ്പ, അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് വേണ്ടത് 3 സവോളയാണ്, അത് നീളത്തിൽ കട്ട് ചെയ്യണം. അടുത്തത് 20 ചെറിയ ഉള്ളി, അതും നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം. ഇനി വേണ്ടത് 2 ടൊമാറ്റോയാണ്, അതും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്, അതുപോലെ കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കിയതും വേണം. അത് കഴിഞ്ഞ് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് കഴിഞ്ഞ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറി ലീവ്സ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. ആ സമയം നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. ഇത് യൂണിഫോം ആയിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ വെള്ളം തിളച്ചതിന് ശേഷമാണ് കപ്പ ഇടുന്നത്. ചിലവർ രണ്ടും കൂടെ ഒരുമിച്ചിട്ടും വേവിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണോ ചെയ്യാം. വെള്ളം തിളച്ചു, കഴുകി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് ഇതൊന്ന് തിളക്കിയിട്ട് അതൊരു പകുതി വേഗമാകുമ്പം നമുക്കിതിൽ ഉപ്പിടണം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രേവി റെഡിയാക്കാം. അതിന് ആദ്യം ചെയ്യാനുള്ളത് ആ തേങ്ങ ഒന്ന് വറക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതിനായിട്ട് ബ്രൗണിഷ് കളറിൽ നമുക്കതങ്ങ് വറുത്തെടുക്കാം. ഏതാണ്ട് ഈ ഒരു കളറാകുമ്പം നമുക്കത് മാറ്റാം. എന്നിട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ, മിക്സിയിലൊന്ന് അടിച്ച തേങ്ങ, അതൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതില് നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇടാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് ഇളം ബ്രൗണിഷ് കളറിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഏതാണ്ട് ഈ ഒരു കളറാകുമ്പം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഗാർലിക്കും 2 ടീസ്പൂൺ ജിഞ്ചറും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഒന്നിളക്കിയിട്ട് കുറച്ച് കറി ലീവ്സും കൂടെ ഇടാം. കറി ലീവ്സും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്കിടാം. കൂടെ നമ്മുടെ ചെറിയ ഉള്ളി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. ഏതാണ്ട് പകുതി വേഗമായി. അപ്പം നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പിടാം. ഞാൻ ഏതാണ്ട് ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് തിളക്കട്ടെ. നമുക്കിനി അടുത്ത് നമ്മുടെ സവോളയിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിടാം. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മരിച്ചിനി ആയിട്ടുണ്ടേ, ഞാനത് വാർക്കുവാണേ. നമ്മുടെ സവോള ഏതാണ്ട് ആയിക്കഴിഞ്ഞു. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടിയെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇടണം. ഈ ടൊമാറ്റോയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് സവോളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവും. നമ്മുടെ കൂട്ട് ഏതാണ്ട് ഒന്നായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക്
കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെയും ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം കറിയുമായിട്ട് ഒന്ന് മിക്സ് ആവും. പക്ഷെ വെള്ളം പോരാ, നമ്മൾ പിന്നെയും ഒഴിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഞാനിവിടെ ഉപയോഗിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെയൊക്കെ എഫക്റ്റ് നോക്കി വേണം നിങ്ങൾ അളവ് നിശ്ചയിക്കാൻ. ഏതാണ്ട് 5 മിനിറ്റായി. നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ തേങ്ങാ കഷ്ണങ്ങൾ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ചു വേവിക്കാം. പകുതി വേഗാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഏതാണ്ട് പകുതി വേഗമായി. ഇതിനിടയിൽ ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് എനിക്ക് കറക്റ്റാണ്. നിങ്ങളും ഈ സമയത്തൊന്ന് നോക്കണം. നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ ഓൾറെഡി കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ കപ്പ ഈ ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തത്. ഈ കപ്പയും കൂടെ ഇടുമ്പോൾ അത് വെള്ളം കറക്റ്റ് ആവും. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ച് ഒരു ബാക്കി വേഗം കൂടെ, ഇത് പകുതി വേഗമാണ്, ചിക്കൻ ആയാലും കപ്പയായാലും പകുതി വേഗമാണ്. ഇനി ബാക്കിയും കൂടെ അത് വേവിച്ചെടുക്കാം. കപ്പയും കൂടെ ഇട്ടതുകൊണ്ട് വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേകുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കണം. നമ്മുടെ കപ്പ ബിരിയാണി ഏതാണ്ട് ആയി കഴിഞ്ഞു. തീരെ വെള്ളം അങ്ങ് വറ്റിക്കരുത്, കാരണം വറുത്ത തേങ്ങ ഇടുമ്പം അത് ഡ്രൈ ആയി വരും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ഇടാം. കുറച്ച് കറി ലീവ്സും കൂടെ ഇതിന് മുകളിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ആയി കഴിഞ്ഞു. ഈ വറുത്ത തേങ്ങയും കൂടെ ഇടുമ്പം എന്താ മണം എന്നറിയാം, ഒരു പ്രത്യേക വാസനയാണ് അതിന്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ സെർവ് ചെയ്യണതിന് തൊട്ട് മുന്നേ ഈ വറുത്ത തേങ്ങ ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇത് കാണിച്ചത് ഞാനിപ്പോൾ അടുത്ത ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ബൗളിലേക്ക് മാറ്റുവാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായ ഒരു ഡിഷാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.